അപ്പൊ ഞങ്ങൾ പൈങ്കിളി കണ്ടിറങ്ങിയിരിക്കുകയാണ്. അതെ, പൈങ്കിളി പൈങ്കിളി പൈങ്കിളി. ഫസ്റ്റ് ഈ പറയുന്നതിന് മുന്നേ എനിക്ക് ആ പൈങ്കിളി എഴുതിയ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ രീതി, അങ്ക ചെമ്പരത്തി വെച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് അത് കാണാൻ. അത് വന്നതും കുറെ കഴിഞ്ഞിട്ടാണ് വന്നത്. അതെ, പൈങ്കിളി 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 എന്ന് ഞാൻ കുറെ വട്ടം പറയാൻ കാരണം എന്താ അറിയോ, എനിക്ക് ഒരു ഭയങ്കര എന്താ തോന്നി അറിയോ, പൈങ്കിളി എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് തന്നെ ഒരു ഓവർ സാധനം, ഒരു ക്രിഞ്ച് സാധനം കിടക്കുന്നില്ലേ. എന്ത് പൈങ്കിളിയാടാ. ഇപ്പൊ ഒരാൾ കുറച്ച് ഓവറായിട്ട് അഭിനയിച്ചാൽ അല്ലെങ്കിൽ ഓവറായിട്ട് എന്തെങ്കിലും എന്ത് പൈങ്കിളിയാടാ ഈ ക്രിഞ്ച് പോലത്തെ ഒരു സാധനമാണ് ഈ പൈങ്കിളി എന്ന് പറഞ്ഞ സാധനം. എവിടേക്കോ ഈ പേരും ഈ സിനിമയും അല്ലെങ്കിൽ ഈ സിനിമയിലെ കുറെ ക്യാരക്ടേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ കുറെ ആക്ടിവിറ്റീസ്, ആക്ഷൻസ് ഒക്കെ വളരെ പൈങ്കിളി പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. എനിക്കൊരു എന്താ പറയുക ഡീസൻറ്റ് എക്സ്പീരിയൻസ് ആട്ടോ പൈങ്കിളി. എനിക്ക് എവിടേക്കോ ഞാൻ നന്നായിട്ട് ചിരിച്ചു, എവിടേക്കോ ഞാൻ എന്ത് പൈങ്കിളിയടാ ഇതെന്നുള്ളത് എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില സ്ഥലങ്ങളിൽ ഞാൻ ആർത്ത് ചിരിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ ഞാൻ ജിത്തുബായിനും സ്നേഹനും നോക്കിയിട്ട് എൻ്റെ അതേ ഫീൽ തന്നെയാണോ അവർക്കും കിട്ടുന്നത് എന്നുള്ള പോലെ എനിക്ക് കിട്ടിയത് തന്നെയാണോ കിട്ടിയത് നാടേത് അല്ല, നല്ല കോമഡി ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിച്ചു. ബാക്കിന്നൊക്കെ ചിരിയോട് ചിരിയായിരുന്നു. ബാക്കിന്ന് ഒരു കുട്ടിയൊക്കെ സ്ക്രൂ ചെയ്ത് ചായ കൊടുത്ത് വളരുന്ന ചിരിക്കാണ്. ഞാനും നല്ല ചിരി തുടക്കം മുതൽ അവസാനം വരെ. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാ അമ്പാന്റെ ഒരു പൂണ്ട് വിളയാട്ടായിരുന്നു. വേറെ കാര്യം ഉണ്ട് കേട്ടോ ഇതില്. അങ്ങനെ ചെയ്ത ക്യാരക്ടർ, ഈ ക്യാരക്ടറിന് കുറച്ച് എന്താ പറയാ ഒരു ഡിഫറെന്റ് ഷെയ്ഡ് കൊണ്ടുവരാൻ പറ്റിയാൽ മാത്രമേ ഈ സാധനം എന്താവുള്ളൂ, രജിസ്റ്റർ ആവുള്ളൂ. കാരണം അമ്പാനാണെങ്കിലും ഇപ്പൊ അല്ലടി അമ്പാന്റെ ക്യാരക്ടർ സജിൻ ഗോപി ചെയ്ത അമ്പാനാണെങ്കിലും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്ത മറ്റേ ഇപ്പൊ അടുത്ത് ചെയ്ത നമ്മളെ പൊന്മാനിലാണെങ്കിലും ആൾക്കുള്ള ഒരു റൂട്ട് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെങ്കിൽ ഒരു കോമഡിയുടെ എവിടെയോ ഒരു ചായ്വാണ് അമ്പാലിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഒരു എന്താണ് ഒരു വെൽ ബിൽഡ് സാധനത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ ഈവൻ രോമാഞ്ചത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ടഫ് സാധനം ഉണ്ട് അങ്ങേക്ക്. അതാണ് എക്സാക്ട്ലി ഈ സാധനത്തിനകത്ത് നിന്ന് അയാൾക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റി. അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആണെന്നുള്ളത്. കാരണം അത് ബ്രേക്ക് ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ ചില പോർഷൻസിൽ അട്ടർ ക്രിഞ്ചാണ്. ഒരു കരയുന്ന സാധനം ഉണ്ടായിരുന്നു, ആ സാധനം ഭയങ്കര അതൊരു ഓവറാക്കി അങ്ങനെ തന്നെ നമ്മൾ തമാശയ്ക്ക് വേണ്ടിയിടാതെ അല്ലല്ല പാലത്തിന്റെ മുകളിൽ ആദ്യം അല്ലെ. അത് ശരിക്കും എനിക്കെന്താ പറയുക, ഇതിനകത്ത് ഇതിന്റെ ഡയറക്ടർക്ക് എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നു. ക്യാരക്ടർ ഒക്കെ കുറച്ച് ഓവറാണ്. അതെനിക്ക് എല്ലാം ഓവറാ. പക്ഷെ അതെന്താ അറിയോ, അത് വാണ്ടഡ്ലി ചെയ്തൊരു ഇത് മാതിരി എനിക്ക് തോന്നി. കാരണം ഓവർ ആക്കിയാലേ പ്രേക്ഷകർ ഓവർ ആയതുകൊണ്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. ഓവർ ആയതുകൊണ്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് കണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാലത്തിന് ശേഷം പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമ്മളെ മൊത്ത ചിരി ഇങ്ങനെ എനിക്ക് ചിരി വന്നിട്ട് ചെറിയ നിർത്താൻ പറ്റില്ല. അല്ലല്ല സീരിയസ് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ടും കുറെ നേരം ഞാൻ എന്താ പറയാ ഇവരെ ഓവർ ആക്ടിങ് കണ്ടിട്ട് നമുക്ക് ചിരി വരുന്നതാണ്. അത് ഇവര് ഓവർ നമുക്ക് അനശ്വരനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അനശ്വര എത്ര അടിപൊളിയായിട്ട് അഭിനയിക്കുന്നു. അനശ്വര വന്നിട്ട് അത് ഓവർ ആക്കി ആ ക്യാരക്ടർ അങ്ങനെ ഓവർ ആക്കി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പോ നോക്കുന്നതാ അനശ്വര ഓവറാണ്, സജിൻ ഓവറാണ്. സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അനശ്വര ഒരു ഗംഭീര ആക്ട്രസ് ആണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള. പക്ഷെ എന്നിട്ട് ഞാൻ അനശ്വരനെ എന്താണ് ഈ സിനിമയുടെ രസച്ചരട് കിട്ടുന്നത് ഈ ക്യാരക്ടേഴ്സിന്റെ എനിക്കുണ്ടല്ലോ. ആ അമ്പാൻ ലാസ്റ്റ് എന്താ പറയാ പ്രാന്തളക്കി കട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒട്ടും കയ്യിന്ന് പോകാതെ സൂപ്പറായിട്ട് ചെയ്തുള്ളൂ. പിന്നെ അതേപോലെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ കണ്ടപ്പോ ഇയാൾ ഇതെന്തെങ്കിലും ഓവറായിട്ട് കാണിക്കുന്നത് എനിക്ക് പെട്ടെന്ന് തോന്നി. ഞങ്ങൾ രണ്ടുപേരും നമ്മളെ യൂസ്ഡ് ആയി ആവശ്യം മനസ്സിലായി. ഭയങ്കരമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മളെ ഇങ്ങനെ ഈ സജിൻ ഗോപിന്റെ അച്ഛൻ ക്യാരക്ടറായിട്ട് വന്ന അബു സലീം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബു സലീമിനൊക്കെ ചില ഡയലോഗുകൾ ചില സാധനങ്ങളേ ഉള്ളൂ. ഉള്ള സാധനം ഓവറാണ്, പക്ഷെ രസമാണ്. ഇങ്ങനെ കുറെ സ്പോയിലർ അടിക്കുന്നത്. പിന്നെ ഒരാളുണ്ട് ആരറിയാം? ഞാൻ പറയൂ, ഞാൻ വിചാരിച്ചാളാണോ സജിൻ ഗോപുവിന്റെ ഫ്രണ്ട് ആയിട്ട് അഭിനയിച്ചാള്? അത് ഞാൻ പറഞ്ഞിട്ട് ആ സജിൻ ഗോപുവിന്റെ ഫ്രണ്ട് ആയിട്ട് അഭിനയിച്ചാൽ എന്താ റോഷൻ ഷാനവാസ് എന്നാണ് പേര്. അയാളുടെ അഭിനയം അടിപൊളി ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ. എനിക്ക് ഫസ്റ്റ് സിനിമ എന്താന്ന് എനിക്കറിയില്ല, സ്ക്രീൻ ക്യാമറയ്ക്ക് നോക്കണില്ല, ആ ചുറ്റുവട്ടത്തിലെ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കണ്ണും മുഖവും ഒക്കെ എല്ലാം നല്ല അടിപൊളി ആ ബോഡി ലാംഗ്വേജ്. പിന്നെ അതേപോലെ എനിക്ക് ഈ അമ്പാന്റെ ഇത് പറയണം, ബോഡി ലാംഗ്വേജ് നടത്തും, മുഖത്തെ എക്സ്പ്രഷനും കണ്ണും ചിരിയൊക്കെ
ഭയങ്കര രസം. അത് ഓവർ ആണെങ്കിൽ കൂടി അത് രസമുണ്ടായിരുന്നു. സത്യം അതാണ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ അയാൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ സിനിമകളെ ആള് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാള് ചെയ്യണ പോലെ കോമഡി ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടിനല്ലേ. നമ്മളെ കൊണ്ട് ചിരിപ്പിക്കാൻ പറ്റുക. സിനിമ കഴിഞ്ഞിട്ട് അമ്പാനെ മൈന്യൂട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ബോഡി കൊണ്ട് മാത്രം വരുന്ന ആക്ഷൻ റിയാക്ഷൻ പരിപാടി. ഇപ്പൊ ചന്തുവിന്റെ ക്യാരക്ടർ വന്നിട്ട് ഒരു ആക്ഷൻ റിയാക്ഷൻ സാധനം ഉണ്ട്. ചിലപ്പോ ദേഹത്ത് കൂടുമ്പോ ഇയാൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കാണിക്കും. അങ്ങനത്തെ ഒരു ആക്ഷൻ റിയാക്ഷൻ കറക്റ്റ് ചെയിൻ പോലെ ഇതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞ ക്യാരക്ടർ ഇതുമല്ല, ചന്തുവിന്റെ ക്യാരക്ടറും അല്ല. ചന്തു പിന്നെ ഈ പറഞ്ഞ പോലെ ചന്തുവിന്റെ ക്യാരക്ടറൊക്കെ പിന്നെ ആ ഒരു ബിൽഡ് അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. ജിസ്മ വിമൽ സത്യം പറഞ്ഞാൽ ജിസ്മനെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ അവരുടെ മറ്റേ വെബ് സീരീസ് പരിപാടി സാധനങ്ങളൊക്കെ കാണാറുണ്ട്. പക്ഷെ ജിസ്മ വിമൽ ഈ പടത്തിനകത്ത് അവരുടെ അതായത് എല്ലാരും ഓവറാണ്. ജിസ്മ മാത്രം ഇതിനകത്ത് ആ ഒരു ക്യാരക്ടറിന് അതെ, ജിസ്മ മാത്രം വളരെ റിയലാണ്, വളരെ നോർമലാണ്. ജിസ്മ മാത്രം ഒരു ഭയങ്കര ട്രൂ ഡെപ്ത്. ആ സാധനം ക്രിഞ്ചടിപ്പിച്ച് കൊളാക്കാൻ പറ്റുന്ന സാധനം അല്ലെ. അങ്ങനെ ഇങ്ങനെ പിന്നാലെ നടക്കണൊക്കെ ഭയങ്കര നമുക്ക് ചില സമയത്ത് അയ്യടാ ഇവളെ ശ്രദ്ധിക്കില്ലെന്ന് തോന്നല്. ചില സമയത്ത് അവളെ നമുക്ക് ഭയങ്കര രസമായി, ഭയങ്കര നമുക്ക് ഭയങ്കര ഇന്റിമസി തോന്നുന്നു ക്യാരക്ടറുണ്ട്. അത് ഭയങ്കരമായിട്ട് ജിസ്മയ്ക്ക് ചെയ്യാൻ പറ്റിട്ടോ. ശരിക്കും ആലോചിച്ച് അവളെ ആ കുശുമ്പ് കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അസൂയ പിടിക്കുന്ന അടിപൊളിയായി. ജിസ്മയ്ക്ക് ഒരുപാട് റോളുകൾ കിട്ടും. ജിസ്മ അടിപൊളി ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാലോ ജിസ്മയുടെ കേസ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ആ എൻറ്റയർ സിനിമയിൽ എല്ലാവരും മറ്റൊരു ഓവർ മീറ്റർ പിടിച്ചപ്പോൾ ജിസ്മ മാത്രം ഒന്ന് വേറിട്ട് നിന്നൊരു സംഗതി പോലെ എനിക്ക് പേഴ്സണലി അത് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഥാവൈസ് ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മളിങ്ങനെ ചിരി പൊട്ടുന്നതിന്റെ ഇടയിലും ആലോചിക്കും ഇതെന്ത് കഥ നമ്മൾ ആലോചിക്കും. പക്ഷെ ഇതങ്ങനെ കഥ ആലോചിച്ച് കാണേണ്ട ഒരു മൂവിയായിട്ട് അങ്ങനെയാണ് ഈ പടം. തുടക്കമുള്ള തുടക്കം ഇത് ഉണ്ടാക്കി അതാണ് ഇതിന്റെ മേക്കേഴ്സിന്റെ എസ്പെഷ്യലി ഡയറക്ടറിന്റെ ഒരു ഒരു സക്സസ് എന്ന് പറയുന്നത് അവിടെ കേട്ടോ. കാരണം അങ്ങനെ ക്രിഞ്ചിൽ എങ്ങനെ ഫണ്ണാവാം. തമിഴ്നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴുള്ള ബൈക്കും രക്ഷയില്ല. പക്ഷെ എനിക്ക് ചില സമയത്ത് നാച്ചുറാലിറ്റി തോന്നുന്നുണ്ട്. ഓവർ ആണെങ്കിൽ കൂടി നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നടക്കുന്ന സംഭവം എന്നുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന്. ഭയങ്കര ഇങ്ങനെ വെപ്രാളത്തിൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോർമൽ മീറ്ററിന്റെ മുകളിലാണ്. അതല്ല ഞാൻ ഈ വെപ്രാളം കാണിക്കുന്ന സീനും ഫ്രണ്ട്സിന്റെ ഇടയിൽ സംഭവം നടക്കുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട്. അതായത് ഇപ്പൊ നിങ്ങൾ പടം കണ്ടവർക്ക് ഇത് കണക്ട് ആവും അല്ലെ. അതായത് നോർമലി മറ്റേ ജയറാമേട്ടൻ പ്രമോദരി അമ്മേ എന്ന് വിളിക്കും, കുറച്ചും കൂടി അമ്മേ വിളിക്കും. ആ മീറ്ററാണ്. ഓക്കെ. പിന്നെ പാട്ടുകളും ഇതിന്റെ എഡിറ്റ്സും ഭയങ്കര. ഞാൻ നേരത്തെ കഴിഞ്ഞ ബ്രോമാൻസ് പറഞ്ഞ പോലെ തന്നെ ഇതിനും ഒരു ജെൻസി എഡിറ്റ്സ് കിട്ടിയിട്ടുണ്ട് സിനിമയ്ക്ക് നല്ല രീതിയിൽ. അതായത് നമുക്ക് ഇപ്പത്തെ ഉള്ള ആളുകൾക്ക് വൈബിൽ ഒരു സ്പീഡ് ട്രാക്ക് ഉണ്ട് ഇതിന്റെ എഡിറ്റിന്. എവിടെയും നമുക്ക് ലാഗ് ഇല്ലല്ലോ. നമ്മുടെ പാട്ടുണ്ട്, ആ പാട്ടും ആ എഡിറ്റും ഒക്കെ എന്താ പറയുക, അതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാസ്റ്റ് ട്രാക്ക് പിടിച്ചിട്ടുള്ള ഒരു സാധനം. അതും നല്ല രീതിയിൽ പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സമയത്തിന് ശേഷം ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഏകദേശം ഇങ്ങനെ തന്നെ. തല്ലുമാല കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന പടം കണ്ടില്ലേ, പടം കഴിഞ്ഞിറങ്ങിയാലും നമ്മളെ മൊത്തം ആ ചിരി കുറച്ച് മുന്നേ അതൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അല്ല ഒരിടയ്ക്ക് നമുക്ക് ഭയങ്കര ത്രില്ലർ, ഭയങ്കര സൈക്കോ പടം, മിസ്റ്ററി, അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ. ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ആ മാസം മുഴുവൻ എല്ലാവരും കൂടി ഇരുന്ന് അന്വേഷിക്കുന്ന അവസ്ഥയാണ്. അല്ല ഇപ്പൊ എന്തായാലും ഒരു അന്വേഷണം വേണം. പ്രൊഡ്യൂസർമാര് സൈഡിൽ ഇറങ്ങിയിട്ട് നടന്മാര് വേറെ സൈഡിൽ ഇറങ്ങിയിട്ട് അന്വേഷണം എന്തായാലും എല്ലാരും കൂടെ ചിരിപ്പിക്കാൻ. എനിക്ക് പേഴ്സണൽ ഓൺ എ ലൈക് വെരി പേഴ്സണൽ നോട്ട്, ഞാൻ എന്താ പറയാ, എനിക്ക് റൊമാൻസ് കണ്ട് ചിരിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ പൈങ്കിളി കണ്ട് ചിരിച്ചിട്ടുണ്ട്. റൊമാൻസ് പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളൊരു സിസ്റ്റർ പടം കഴിഞ്ഞ ഞാൻ ധൈര്യമായിട്ട് കയറി പോയിക്കോ ചിരിച്ച് ചവള സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കാണുക അല്ലേ, എന്തായാലും മസ്റ്റ് തിയേറ്ററിൽ പോയി. അമ്പാന്റെ ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയാണ് എനിക്ക്. എല്ലാരും ഇതിനകത്ത് ആരും ഡള്ളല്ലേ. ഇവിടെ അതിലകത്തൊരു കുട്ടി അടക്കണ്ട, അവനടക്കം പൊളിയാണ്, അമ്മൂമ്മടക്കം പൊളി. ഇതിനകത്ത് ആരും അങ്ങനെ എന്താ പറയാ ഒട്ടും താന്ന് വീട്ടിലില്ല. ചില ഒരു മൊമെന്റിലേക്ക് ഒരു സങ്കടം വന്നു. അത് പക്ഷെ അതൊക്കെ അല്ല പറയണില്ല, പക്ഷെ അതൊക്കെ കൊണ്ടുവരിക്കും പറഞ്ഞത്. പക്ഷെ ആരും മിസ്സാക്കണ്ട, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയ പടമാണ്. ഫണ്ണാണ്, എൻജോയ് ചെയ്തിട്ട് കാണാം.
വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട, നല്ല vibe സുഖമായിട്ടിരുന്ന് ഫണ്ണായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഡീസന്റ് പണ്ടത്തെ കാലത്ത് നമ്മളെ ജയറാമേന്റെ അങ്ങനത്തെ സിനിമകളൊക്കെ ഇങ്ങനെ ഓർമ്മ എനിക്ക് കാവടിയായിട്ട് ഓർമ്മ വന്നു. എവിടെയോ എങ്കയോ പക്ഷെ അതൊന്നും അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നന്നായി ചെയ്യുന്നു. സോ ഗൈസ് കണ്ടോ അല്ലേ, അതെ. ഞങ്ങള് ഇടിപ്പടം കാണണം, നമ്മളത് മിസ്സാക്കിയിട്ടുണ്ട്. ദാവി നാളെ ടൈം ഉണ്ടെങ്കിൽ കാണാം. ഇടി ഇടി ഇടി.